ഒരു ഭാഗത്ത് അതിവൈകാരികത, മറ്റൊരു ഭാഗത്ത് യുക്തി. യുക്തിയുടെ ഭാഗത്താണ് ഇടതുപക്ഷം, യുക്തിയുടെ ഭാഗത്താണ് CPIM, യുക്തിയുടെ ഭാഗത്താണ് LDF. അങ്ങനെ ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അണികളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുക. കാരണം CPM-നെ സംബന്ധിച്ചിട്ട്, ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ വർഗ്ഗപരമായ അടിത്തറയ്ക്കകത്ത് യുക്തിയാണ് പ്രധാനം. പക്ഷേ പുറമേക്ക് ലെനിനും പൂജാമുറിയിൽ പൂന്താനവുമാവുന്ന ഒരവസ്ഥയിലേക്ക് പല ഘട്ടങ്ങളിൽ CPM-ന് പോകേണ്ടി വരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പേരിലാവട്ടെ, അതിനകത്തുള്ള ഭക്തി എന്ന് പറയുന്ന അതിവൈകാരികത വോട്ടായിട്ട് മാറുന്ന പ്രശ്നം വരുന്നതൊക്കെ അവിടെയൊക്കെ പുറമേക്ക് ലൈനായിട്ട് നിൽക്കുന്നു, പൂജാമുറിയിൽ പൂന്താനമായിട്ട് മാറുന്നൊരു പ്രക്രിയയുടെ അതിൽ പെട്ടുപോയതിൻ്റെ ഒരു വലിയ ഇടർച്ച നേതാക്കൾക്കുണ്ടാവും, പ്രവർത്തകർക്കുണ്ടാവും. അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിയുക? 1957 സഖാവ് EMS കേരളത്തിൽ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തുകൊണ്ട് കേരളത്തോട് തന്നെ പറഞ്ഞൊരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബൂർഷ്വാ ജനാധിപത്യ സംവിധാനത്തിനകത്താണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ പേരിൽ വന്നിട്ടുള്ളത്. ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ ആശയം എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായി പ്രയോഗിക്കാൻ പറ്റുമോ അത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് വരെയും ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആണെങ്കിൽ ഇതായിരിക്കില്ല രീതിശാസ്ത്രവും പ്രയോഗവും ചിന്താഗതികളും, ഇതായിരിക്കില്ല. ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിത രീതി സ്വീകരിക്കുക, മറ്റുള്ളവരുടെ അവകാശം ഹനിക്കാതെ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുന്നതാണ്. ആ ഉറപ്പ് സാധ്യതപ്രായമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കുണ്ട്. അപ്പം മതം അമിതമായിട്ട് ഇടപെടുന്ന ഒരു വേളയിലാണ് മതത്തിൻ്റെ അകത്തുള്ള സദാചാര പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആ സദാചാര അപവാദ പ്രചാരണങ്ങൾക്ക് ഇരയാവുകയും അതിനെ അതിശക്തമായിട്ട് അതിനെതിരെ പോരാടുകയും അതിൻ്റെ അകത്തുള്ള കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷൈൻ ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നടപ്പാക്കപ്പെട്ടു എന്ന് ഷൈൻ ടീച്ചർ തന്നെ പറയുന്ന ആ അപവാദ പ്രചാരണത്തിനെതിരെ നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കുകളൊക്കെ നടത്തുകയുണ്ടായി. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ, ബോംബ് ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചവർ, അവർക്കെതിരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഷൈൻ ടീച്ചറുടെ സവിശേഷമായിട്ടുള്ളൊരു പ്രചാരണം ഉണ്ടാവുമോ? 2-3 കാര്യം ഈ വിഷയത്തിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിഞ്ഞു. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓക്കെ ശരി, പക്ഷേ എൻ്റെ കൂടെ ഒരു ആളുകളുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ജീവിത പങ്കാളി, അദ്ദേഹം എൻ്റെ ഒപ്പം നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് നിന്നു. നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ വയ്യ, നമുക്ക് പ്രതികരിക്കണം, നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് കുറേ കൂടിയും ധൈര്യവും ആത്മവിശ്വാസവും എനിക്ക് തന്നു. പിന്നെ എൻ്റെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, എൻ്റെ അധ്യാപക സംഘടന, മഹിളാ സംഘടന, ഇവരെല്ലാം കൂടിയും നന്നായി എനിക്ക് തന്നിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് ഉണ്ട്, ഒരു പവറുണ്ട്. ആ പവറിനകത്ത് എൻ്റെ കൂടിയൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ പണ്ട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്നടക്കം, എൻ്റെ ഫാദറിൽ നിന്നടക്കം കിട്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ആത്മാഭിമാന ബോധം, അല്ലെങ്കിൽ എനിക്കും ഇവിടെ അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളൊരു ബോധം, ആ ബോധം എന്നെ കുറേ കൂടി നയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കാൻ ഷൈൻ ടീച്ചർക്ക് പ്രേരകമായിട്ടുള്ള കുടുംബ പശ്ചാത്തലവും ഷൈൻ ടീച്ചറുടെ പിതാവുമായിട്ടുള്ള ബന്ധം, മറ്റ് സഹോദരങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ് വലിയ ഒരു നെരിപ്പോടിൻ്റെ മുകളിലൂടെ ആത്മബലമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഷൈൻ ടീച്ചർ മാറിയത് എന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഷൈൻ ടീച്ചറുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഇതേപോലെ നടത്തിയ സംഭാഷണത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ കാണുമ്പോൾ താഴെ ആ എപ്പിസോഡിൻ്റെ ലിങ്ക് നമ്മൾ നൽകുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ ടീച്ചർ നിയമ പോരാട്ടം നടത്തി, LDF പ്രവർത്തകർ കൂടെ നിന്നു എന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ അകത്ത് അഭിമുഖീകരിക്കപ്പെടാത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഒരു ഓണാഘോഷമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ഇരുന്നാൽ എന്ത് എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ധീരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് ആ വിഷയത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നിടത്താണ് സംശയം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും എന്ന് അവർ ഉദ്ദേശിക്കുന്നത് സെക്സാണ് എന്ന് നേരെ നമ്മുടെ സമൂഹം തീരുമാനിക്കുകയാണ്. അതായത് സ്ത്രീക്കൊരു ശരീരം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ, സ്ത്രീ ഒരു ശരീരം മാത്രമായിട്ടാണ് പാശ്ചാത്യ ലോകത്തും കണ്ടിരുന്നത്. സ്ത്രീക്ക് തലയില്ല, അല്ലെങ്കിൽ ചിന്താശേഷിയില്ല. ശരീരം അവളുടെ സെക്സ് ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താധാര പണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്നും നമ്മൾ
സാംസ്കാരികമായി അത് നിലനിർത്തിക്കൊണ്ട് പോരുന്നു. അതുകൊണ്ട് സ്ത്രീ തൻ്റെ ഇടത്തോടുകൂടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ചിന്ത സെക്സ് എന്നുള്ള രീതിയിലാണ്. ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് സ്ത്രീകൾക്ക് പറയാൻ കഴിയണം. അതിങ്ങനെ പറഞ്ഞ് കേട്ട് 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 ഇവർക്ക് മനസ്സിലാവും സ്ത്രീക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, സെക്ഷൽ ആസ്പെക്ട്സ് മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് മനുഷ്യനുള്ളത്. ആ പരിധിക്കകത്ത് സ്ത്രീയും വരും. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് 9 തരം ബുദ്ധികളുള്ള ജീവി, ആ ജീവിയിൽപ്പെട്ട ഒരു ജീവിയാണ്. 2 വ്യത്യസ്ത സെക്ഷൽ ആയിട്ടുള്ളതുണ്ടല്ലോ, ജെൻഡർ, വ്യത്യസ്ത ജെൻഡറുണ്ട്. ആ ജെൻഡറിനകത്തൊരു ജെൻഡറാണ് സ്ത്രീ. അപ്പോൾ അവൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വിചാരങ്ങളുണ്ട്, സാംസ്കാരികമായ ചിന്തകളുണ്ട്, സാമൂഹ്യമായ ജീവിതമുണ്ട്, വ്യക്തിപരമായ ജീവിതമുണ്ട്. ഇതെല്ലാ ജീവിതങ്ങളുമുണ്ട്, സെക്ഷലായിട്ടുള്ള ജീവിതങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കാനുള്ള റൈറ്റ് പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീക്കുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനുണ്ട്. നമ്മൾ അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ജെൻഡറിനും ഈ അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ സംസാരത്തിൻ്റെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ഇടും. അങ്ങനെ കമൻറ്റ് നോക്കി ഞാനൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കാറുള്ളത്, ഞാൻ കമൻറ്റ് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം കമൻറ്റ് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ സമയം വെറുതെ വേസ്റ്റ് ആക്കണം എന്തിനാ. പിന്നെ കേസിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ ആലുവ സൈബർ സെൽ CIനെ വിളിച്ചിരുന്നു. സാറേ എൻ്റെ കേസിൻ്റെ വിഷയം എന്തായി, ഇവിടത്തോളം എത്തി. അപ്പോൾ പറഞ്ഞു ഞങ്ങളതിൻ്റെ പിന്നാലെ ഉണ്ട്, അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുള്ളൊരു ഇന്നത്തെ നിലയ്ക്കുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, നിയമമൊക്കെ കർശനമാക്കണം എന്നാണ്. അപ്പം ഞങ്ങളെല്ലാവരും സ്ത്രീ സംഘടനകളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം സ്ത്രീകൾക്കെതിരെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെയും, പുരുഷന്മാരും ഇതിനെ വിക്റ്റിമാകുന്നുണ്ട്. ഈ പുരുഷനും ഇതിൽ വിക്റ്റിമാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കമൻറ്റ് വരാൻ സാധ്യതയുള്ള ഷൈൻ ടീച്ചർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്നുള്ളതിലേക്ക് വരും. അല്ല, ഒരിക്കലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്താ? അദ്ദേഹം ഒരു സ്ത്രീയോട് സ്വാഭാവികമായ ചില ബന്ധങ്ങൾ പുലർത്തി എന്നാണെങ്കിൽ ഞാനൊരിക്കലും അതൊരു സംസാര വിഷയമാവില്ല. മറിച്ച് നമ്മൾ കേട്ടത്, ലോകം കേട്ടത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ മറുഭാഗത്ത് നിന്ന സ്ത്രീയുടെ, പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത് വളരെ ക്രൂരമായൊരു മുഖമാണ്, ദൈന്യതയുടെ ഒരു മുഖമാണ്. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി ദൈന്യതയുടെ ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇപ്പുറത്ത് അതിക്രൂരമായ ഒരു ഭാവം. അതൊരിക്കലും നമ്മൾ വരരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വരുന്നു, ഒരു നേതൃത്വത്തിൽ നിന്ന് വരുന്നു. അതാണ് അവിടെ വിഷയം. ഒരു എന്താ പറയുക, ഭ്രൂണ ഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ്. ആ തെറ്റിനെ നമ്മളെങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അതിനെ സാധാരണ സ്ത്രീ പുരുഷ ബന്ധമായിട്ട് കണക്കാക്കാൻ കഴിയില്ലല്ലോ. ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു ബന്ധമാണോ? ഇനി പല ബന്ധം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി ആ ബന്ധത്തിനകത്തൊക്കെ ഉണ്ടായ ഇത്തരം ഭ്രൂണങ്ങളെ, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് കാരണക്കാരായി നിന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അത് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്നത് അതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. അപ്പം അതിനെ ഒരു തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല.